UDF ധവളപത്രത്തിലെ വാദങ്ങൾ പൊളിച്ച അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ട്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ റവന്യൂ വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മികച്ച വളർച്ച. LDF സർക്കാരിന്റെ സാമ്പത്തിക സമീപനങ്ങൾക്കുള്ള അംഗീകാരമാണ് റിപ്പോർട്ടെന്ന് KN ബാലഗോപാൽ. തെറ്റായ കണക്കുകൾ അവതരിപ്പിച്ച ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രിയും UDFും മാപ്പ് പറയണമെന്നും ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിലെ കണക്കുകളാണ് അക്കൗണ്ടന്റ് ജനറൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ റവന്യൂ വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മികച്ച വളർച്ചയാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മെയ് അവസാനത്തോടെയാണ് UDF സർക്കാർ ചുമതലയേറ്റെടുത്തത്. അതിനു മുമ്പ് LDF സർക്കാർ സ്വീകരിച്ച നയങ്ങളുടെയും നടപടികളുടെയും തുടർച്ചയായുള്ള കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. LDF സർക്കാരിന്റെ സാമ്പത്തിക സമീപനങ്ങൾക്കുള്ള അംഗീകാരമാണ് മികച്ച നിലയിലുള്ള ഈ വളർച്ചയെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. UDF ധവളപത്രത്തിൽ ഉന്നയിച്ച പ്രധാന വാദങ്ങളെല്ലാം AGയുടെ ഈ ഔദ്യോഗിക കണക്കുകൾ വന്നതോടെ പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. തെറ്റായ കണക്കുകൾ അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രിയും UDFും മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും KN ബാലഗോപാൽ പറയുന്നു. വരുമാന വളർച്ച ഇല്ലാത്തതിനാൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക സുരക്ഷാ പെൻഷനുകളും മറ്റ് ക്ഷേമ പദ്ധതികളും വെട്ടിച്ചുരുക്കണമെന്ന് വാദിക്കുന്ന UDFിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഒന്നാം പാദത്തിലെ ഈ മികച്ച പ്രകടനം. കുറഞ്ഞ വരുമാന വളർച്ചയെന്ന വ്യാജവാദമുന്നയിച്ച് ഇനി പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷനുകളോ നാടിന്റെ വികസനമോ തടയാൻ UDFിനോ മറ്റാർക്കെങ്കിലുമോ സാധിക്കില്ല എന്ന് ഈ ഒന്നാം പാദ ഫലങ്ങൾ ഉറപ്പിച്ചു പറയുന്നുവെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കുന്നു. 2026 ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ എസ്റ്റിമേറ്റുകൾ വെറും പ്രഖ്യാപനങ്ങളല്ലെന്നും അവ ഈ സാമ്പത്തിക വർഷം പൂർണ്ണമായും നിറവേറ്റപ്പെടുമെന്നും ഈ കണക്കുകൾ അടിവരയിടുന്നു. വരുമാനം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി 13,209 കോടി രൂപയായി ഗണ്യമായി കുറയ്ക്കാനും സാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് കേരളത്തിന്റെ മുന്നോട്ടു പോക്കിനെ തടയാനാകില്ല എന്ന AGയുടെ കണക്കുകൾ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.